പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നുമില്ല വാ. അതല്ല ഈ വൈറൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഞാനത് അങ്ങനെയൊന്നും പ്രതീക്ഷയല്ല നമ്മൾ പറഞ്ഞത്. അമ്പണക്കാരനല്ലട്ടാ പറഞ്ഞത്. എന്നെക്കാളും അത്യാവശ്യമുള്ള കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ചെയ്യാൻ പറഞ്ഞ ഇന്നലെയും കൂടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ഞാനതൊക്കെ റിപ്ലൈ കൊടുത്തു. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല. നമ്മൾ ഇവിടെ വന്നപ്പോഴേ ഇതൊക്കെ ഈ ഫ്ലാറ്റിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചിരുന്ന സാധനങ്ങളാണോ എന്നാ? ഇല്ല, അത് വീട്ടിലേക്ക് മേടിച്ച സാധനം ഞാൻ വാടക താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ TV അടക്കം ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു. സെറ്റ് കൊടുത്തു, 2 സെറ്റ് ഉണ്ടായിരുന്നു, അത് കൊടുത്തു. TV കൊടുത്തു. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് ഇങ്ങനെ പോകുന്നത്. ഇത് പുതിയതാ. ഡൈനിങ് ടേബിൾ കൊണ്ടുവന്നു, പിന്നെ ഞങ്ങളുടെ കട്ടിലും കൊണ്ടുവന്നു. അത് പറഞ്ഞപ്പോൾ ബാക്കിൽ ഒരാളെ കാണുന്നത് പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നുമില്ല വാ. ഇതാണ് രശ്മി സാജു. ഓക്കെ, അപ്പൊ ചേച്ചിയാണ് നമ്മുടെ ചേട്ടന്റെ പ്രിയതമ്മ. ഞാൻ ആക്ച്വലി ചോദിച്ചു കേട്ടോ, ചേട്ടനോട് ചോദിച്ചു ബിഗ് ബോസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു എനിക്ക് എന്റെ വൈഫിനെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു 10 ദിവസം ഞാൻ അങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പൊ ഇപ്പം റീസെന്റ് നമ്മുടെ ബിഹാൻഡ് മിറ്റ്സിൽ ഒരു ഇന്റർവ്യൂലാണ് ഒരു കാര്യം പറഞ്ഞു, അതത് വൈറലായി. അപ്പൊ അതിനുശേഷം ചേട്ടൻ നിക്കക്കള്ളിയില്ലാതെ കോൾസ് വന്നോണ്ടിരിക്കാന്നാണ് ഞാൻ കേൾക്കുന്നത്. അതല്ല ഈ വൈറൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഞാനത് അങ്ങനെയൊന്നും പ്രതീക്ഷയല്ല നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് ആ രീതിയിൽ പോയി. അപ്പോഴും ഞാൻ പറയണത് ഇപ്പം ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ കോള് വന്നിട്ട് ഇന്നലെ തന്നെ UK ഒരു സഹോദരൻ മെസ്സേജ് ഇട്ട് ഞാൻ എന്ത് വേണം ചെയ്തു തരാം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഒന്നും വേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും സാധാരണ പാവപ്പെട്ട ആൾക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പണക്കാരനല്ലട്ടാ പറഞ്ഞത്. എന്നെക്കാളും അത്യാവശ്യമുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇന്നലെയും കൂടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ഞാനതൊക്കെ റിപ്ലൈ കൊടുത്തു. അങ്ങനെ പല സ്ഥലത്തുനിന്നും പല ആൾക്കാരും വിളിച്ചു. അവരോടെല്ലാം ഞാൻ പറഞ്ഞത് എനിക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് സമ്പാദിച്ച് ഞങ്ങളുടെ രീതിയിൽ ഒരു സെറ്റപ്പ് മതിയല്ല, വേണ്ട ഒരിക്കലും അതിനു വേണ്ടിയല്ല പറഞ്ഞേക്കുന്നത്. അപ്പം ഇതുപോലെ ആവശ്യമുള്ള പല ആൾക്കാരും ഉണ്ടാവും, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അതെ, ഇപ്പം ഇനി ഈ വീട്ടിലെ വിശേഷങ്ങളാണ് നമുക്ക് ഇനി അറിയേണ്ടത്. നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു കുഞ്ഞിയ സോഫ, ഇവിടെ ഒരു താമര. ഈ ചേട്ടനൊക്കെ പറയും ഇതൊക്കെ എവിടെന്നാ ചേട്ടൻ വാങ്ങിയത് ഈ സോഫയൊക്കെ? ഇത് ഞങ്ങള് പറവൂരുന്നല്ലേ ഉണ്ണേ, ഞാൻ ഇവിടെ ചെറായിന്ന് വാങ്ങിച്ചതാ. ചെറായിന്ന് വാങ്ങിയത്. ഇവിടെ ഒരു വലിയ ട്രോഫി കാണുന്നുണ്ടല്ലോ. എന്റെ എത്ര ഉയരമുള്ള ഒരു ട്രോഫി ഉണ്ടോ? ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല. എനിക്ക് ക്രിക്കറ്റ് ടീം ഉണ്ട്. ഞങ്ങൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ അസോസിയേഷൻ എറണാകുളത്ത്. ഡയറക്ടർമാർക്ക്, പ്രൊഡ്യൂസർമാർക്ക്, കോറിയോഗ്രാഫേഴ്സ്, മിമിക്രിക്കാർ, അങ്ങനെ എല്ലാ ടീമുകളും ഉണ്ട്. 10 ടീമുണ്ട്. അതിലത്തെ ഒരു ടീം എൻ്റെ ടീമാണ്. ആ ടീം തൃപ്പൂണിത്തുറ വെച്ച് വിൻ ചെയ്ത കപ്പാണ്. ഇതുപോലത്തെ ഒരു 4 എണ്ണം കൂടി ഉണ്ട്. അത് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത്. കളിച്ച് ജയിച്ചു മേടിച്ചതാ. പിന്നെ അത് വെക്കാം. ഇതിന് വെയിറ്റ് ഉണ്ട്. ഇത് ക്രിക്കറ്റിന്റെ ക്രിക്കറ്റ് കളിച്ച ആരോഗ്യമുള്ളവർക്കാണ് ഇത് പൊക്കാൻ പറ്റുള്ളൂ.